നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനം ഇടുക്കി നേടിയെടുത്ത പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷങ്ങളിലായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി. ഈ വർഷം നവംബർ 1-ന് സംസ്ഥാനത്ത് അതിദരിദ്രരെന്ന വിഭാഗം ഇല്ലാതെയാകുമെന്നും റോഷി അഗസ്റ്റിൻ. ബൈസൺ വാലി കോമാളിക്കുടിക്ക് സമീപം വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാതയോരത്തു നിന്നും മേലത്തോട്ടത്തിലേക്ക് പതിച്ചു. വൈദ്യുതി വകുപ്പിന് കരുത്താകുന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നു. കഴിഞ്ഞ മാസം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നുവെന്ന് വിവരം. 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ടുള്ള പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചിട്ട് 18 വർഷം. തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി കാഞ്ചാർ പള്ളിക്കവല ഒറ്റമരം നിവാസികൾ. വൈദ്യുതി മുടക്കത്തിനൊപ്പം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നതായും ആരോപണം. വിഷയത്തിൽ വിവിധ ആളുകൾക്ക് നിവേദനം നൽകിയതിനൊപ്പം പ്രതിഷേധ യോഗവും ചേർന്നു. വിശദമായ വാർത്തകൾ. കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനം ഇടുക്കി നേടിയെടുത്ത പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷങ്ങളിലായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം നവംബർ 1-ന് സംസ്ഥാനത്ത് അതിദരിദ്രരെന്ന വിഭാഗം ഇല്ലാതെയാകുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് വികസനം, ഗതാഗത രംഗം, ടൂറിസം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇടുക്കി മാറുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ഇറിഗേഷൻ മ്യൂസിയം, സാംസ്കാരിക മ്യൂസിയം, മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നിവ ജില്ലയിൽ സ്ഥാപിക്കുന്നതിനുള്ള അക്ഷീണ പ്രയത്നം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കുറ്റ്യാർ ഡൈവേർഷൻ സ്കീം, നാടുകാണി പവലിയൻ വികസനം, മൂന്നാർ, കുമളി, ഇടുക്കി എന്നിവ ചേർത്ത ഏരിയൽ ടൂറിസം പദ്ധതി ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകും. എല്ലാവരെയും ചേർത്ത് പിടിച്ച സർക്കാരാണ് പിണറായി സർക്കാർ. എല്ലാവരും കാണാതെ പോയ ഒരു വിഭാഗമായിരുന്നു അതിദരിദ്രർ. ഈ സർക്കാർ അവരെ കണ്ടെത്തി, അവർക്ക് ആശ്വാസം നൽകി. ഈ വർഷം നവംബർ 1-ന് സംസ്ഥാനത്ത് അതിദരിദ്രർ എന്ന വിഭാഗം ഇല്ലാതെയാകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും പരിഹരിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മുടെ ജില്ല ഹരഘോഷം മുഴക്കിയാണ് സ്വീകരിച്ചത്. ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ബാധകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സങ്കീർണമായ ഭൂപ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഒരടിക്കങ്ങ് തീരും എന്ന് വിചാരിച്ചവരാണോ നമ്മളാരെങ്കിലും? എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടെത്താൻ ഏറെ കാലങ്ങളായി നടത്തിയ പരിശ്രമം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിച്ചത്. ആ നിയമഭേദഗതിയോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചട്ടങ്ങളുടെ രൂപീകരണം അത് മെയ് മാസത്തിൽ പൂർത്തിയാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വലിയ സന്തോഷം നമുക്കുണ്ടായി. നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും കൈവശമിരിക്കുന്ന ഭൂമിയും വീടും കൃഷിയിടങ്ങളും അതോടൊപ്പം മറ്റിതര കൺസ്ട്രക്ഷൻസും എല്ലാം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നിയമനിർമ്മാണം മാത്രമാണ് സാധ്യമായ ഒരു സാഹചര്യമെന്ന് സുപ്രീം കോടതി പോലും വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് നിയമനിർമ്മാണ സഭയിൽ 60-ലെ ഭൂപതിവ് നിയമത്തിന് ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതി കൊണ്ടുവന്ന നിയമം നടപ്പിലാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് നടത്തിയ ചർച്ചകളെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അത് കുറ്റമറ്റതാണ്, അത് എല്ലാവർക്കും സ്വീകാര്യമാണ്. ജനങ്ങൾക്ക് ഒരു തല ബുദ്ധിമുട്ടും നേരിടാൻ സാധിക്കാത്ത വിധത്തിൽ അവർക്കത് പ്രാപ്യമാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്ര മേള നഗരിയിൽ എത്തിയതോടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷനായിരുന്നു. വഴൂർ സോമൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നിൽ, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, ADM ഷൈജു P ജേക്കബ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.
ബൈസൺ വാലി കോമാളിക്കുടിക്ക് സമീപം വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ അപകടം. കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാതയോരത്ത് നിന്നും ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഖജനപ്പാറ ബൈസൺ വാലി റൂട്ടിൽ കോമാളിക്കുടിക്ക് സമീപമാണ് കർണാടകയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനം പാതയോരത്തു നിന്നും താഴ്ചയിലേക്ക് പതിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഉടൻ സമീപവാസികൾ എത്തുകയും അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിക്കുകയും ചെയ്തതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു. ഞാൻ ഒരു ശബ്ദം കേട്ട ഓടി വന്നേ, ഏതാ വണ്ടി എന്നൊന്നും അറിയില്ല. വന്ന് നോക്കിയപ്പോൾ ടൂറിസ്റ്റ് ബസ്സാണ്, കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. ചോദിച്ചപ്പോൾ അത്യാപരാണെന്ന് പറഞ്ഞ് 30 പേരോളം ബസ്സിലുണ്ടായിരുന്നു. ഫ്രണ്ടിലിരുന്നവർക്കൊക്കെ സാരമായിട്ടുള്ള ഇതുണ്ട്. ബ്രേക്ക് നഷ്ടപ്പെട്ടത് ആണെന്നാണ് പറഞ്ഞത്. വണ്ടി ആ വളവിൽ തിരിയാതെ നേരെ അടുത്തുള്ള തോട്ടത്തിൽ ചെന്ന് മണ്ണിലേക്ക് കുത്തി ഇറങ്ങി നിന്നതുകൊണ്ട് വലിയ അപകടം സംഭവിച്ചില്ല. 30ഓളം പേര് വണ്ടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെയുള്ള കുടിയിലെ ആളുകളും ഉടനെ ഇവിടെ നിന്ന് വന്ന എല്ലാവരും കൂടെ രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ ബൈസൺ വാലി PHCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഹനത്തിൽ 30ഓളം ആളുകൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇവരെ നാട്ടുകാർ ചേർന്ന റോഡിലെത്തിച്ചു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വാഹനം മണ്ണിൽ പൂണ്ടു നിന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് പതിക്കുന്നത് ഒഴിവായി. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. വൈദ്യുതി വകുപ്പിന് കരുത്താകുന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നു. കഴിഞ്ഞ മാസം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നുവെന്നാണ് വിവരം. 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ട് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി നിർമ്മാണം ആരംഭിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. 2006 ഡിസംബർ 26-ന് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലനാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ട് പദ്ധതി നിർമ്മാണം ആരംഭിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. നിർമ്മാണ ജോലികൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടെങ്കിലും പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുകയാണ്. മൂന്നാറിലെ ഹെഡ് വർക്ക്സ് അണക്കെട്ട് കവിഞ്ഞൊഴുകി വെള്ളം പാഴാകുന്നത് ഉപയോഗപ്പെടുത്താനാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി രൂപപ്പെടുത്തിയത്. മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ വെള്ളമാണ് ഹെഡ് വർക്ക്സ് അണക്കെട്ടിൽ എത്തുന്നത്. കുണ്ടള അണക്കെട്ടിലെ വെള്ളം മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ എത്തിച്ചേരും. 268.01 കോടി രൂപ എസ്റ്റിമേറ്റിൽ തുടങ്ങിയ പദ്ധതിക്കിപ്പോൾ 600 കോടിയോളം രൂപ മുടക്കി കഴിഞ്ഞു. 2010-ൽ തുടക്കം കുറിച്ച കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷന് ശേഷം സംസ്ഥാനത്ത് കമ്മീഷനിങ്ങിന് തയ്യാറാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി. വിപുലീകരണ പദ്ധതിയിലെ ഉൽപാദന ചിലവ് ആദ്യ വർഷം 8.68 രൂപയും പിന്നീട് പടിപടിയായി കുറഞ്ഞ് 78 പൈസയാകുമെന്നുമാണ് KSEBയുടെ വിലയിരുത്തൽ. തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി കാഞ്ചാർ പള്ളിക്കവല ഒറ്റമരം നിവാസികൾ. തുടർച്ചയായുള്ള വൈദ്യുതി മുടക്കത്തിനൊപ്പം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു. വിഷയത്തിൽ വിവിധ ആളുകൾക്ക് നിവേദനം നൽകിയതിനൊപ്പം പ്രതിഷേധ യോഗവും ചേർന്നു. ഏതാനും നാളുകളായി മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവായതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യക്ഷ സമരപരിപാടികൾക്ക് മുന്നോടിയായി പ്രദേശവാസികൾ പ്രതിഷേധ യോഗവും ചേർന്നു. ഒറ്റമരം ഭാഗത്തുകൂടി കടന്നുപോകുന്ന 11 kV വൈദ്യുതി ലൈൻ ഏലത്തോട്ടങ്ങൾക്ക് ഉള്ളിലൂടെയാണ്. വൈദ്യുതി മുടക്കത്തിന്റെ നിരന്തര പരാതിയെ തുടർന്ന് വൈദ്യുതി വകുപ്പ് ഓഫീസിൽ നിന്നും ടച്ച് വെട്ടാൻ 1-2 ദിവസം ലൈൻ ഓഫ് ചെയ്താലും വൈദ്യുതി ലൈനുകൾ മരച്ചില്ലുകളിൽ മുട്ടുന്ന ഭാഗങ്ങളിൽ ജീവനക്കാർ ടച്ച് വെട്ടുകയില്ല. മഴ പെയ്യുന്നതോടെ വൈദ്യുതി മുടക്കം സ്ഥിരമാകുന്നതായും നാട്ടുകാർ പറയുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് അത് ഇപ്പോൾ വരും, കുറച്ച് കഴിയും, അല്ലെങ്കിൽ 66 kV ലൈൻ പോയി, 11 kV ലൈൻ പോയി, മരം വീണു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഉടനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരുമില്ല, ഇനി രാവിലെ വരുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥ നമ്മൾ നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കറണ്ട് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രായമായ മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണമുണ്ട്. അവർക്ക് കറണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മരുന്നുകളെല്ലാം ഫ്രീസറിൽ വെക്കേണ്ട അവസ്ഥയുണ്ട്. ഇതൊന്നും നമുക്ക് യഥാസമയം ലഭിക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ അവര് കൃത്യമായിട്ട് ബില്ല് അടയ്ക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ഓർമ്മയുണ്ട്, നമ്മളെ വിളിച്ചു പറയും. അല്ലാത്ത ഒരു കാര്യത്തിന് അവരുടെ ഉത്തരവാദിത്വമില്ല. ഇവര് ടച്ച് വെട്ടില്ല. ടച്ച് വെട്ടാൻ വേണ്ടി ഇവിടെ കമ്പുമായിട്ട് ആ തോട്ടിയായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞേച്ച് അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ടച്ചോ ഒന്നും വയ്ക്കില്ല. അത് വകമാറ്റിക്കൊള്ളിച്ച് അവര് ആ പദ്ധതി ലൈവായിട്ട് അവര് പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല. ഇതെല്ലാം നമ്മളെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ ഈ ടച്ച് വെട്ടുകയോ
റോഡിലുള്ള ടച്ച് ബട്ടണും അതുപോലെ തന്നെ 11 kV വരുന്നത് ഏലക്കാട്ടിൽ കൂടി വരുന്നത് അത് വീഴുന്ന മരങ്ങൾ അല്ലെങ്കിൽ ഒടുങ്ങിയിരിക്കുന്ന മരങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് അവർ കണ്ട് അത് മാറ്റിത്തരണം. പലപ്പോഴും വൈദ്യുതി മുടക്കം മണിക്കൂറുകളോളം നീളം. ലബക്കടയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വകുപ്പ് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ യഥാസമയം ഫോൺ ലഭ്യമാവുകയോ ഉദ്യോഗസ്ഥർ ഉപഭോക്താക്കളോട് മാന്യമായി പെരുമാറുകയോ ഇല്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഒരു ട്രാൻസ്ഫോർമർ വെച്ച് നേരത്തെ കാഞ്ചേരിലായിരുന്നു. ആ ട്രാൻസ്ഫോർമർ നമുക്ക് ലൈൻ മന്ത്രിക്കുമ്പം തീരെ വോൾട്ടേജ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരാതി കൊടുത്താണ് ഇവിടെ അടുത്ത് കിഴക്കത്തലക്കാരുടെ അവിടെ ഒരു ട്രാൻസ്ഫോർമർ വെച്ചത്. അത് വെച്ച് ആദ്യ കാലങ്ങളിൽ നല്ല വോൾട്ടേജ് ഉണ്ടായിരുന്നു, അങ്ങനെ തടസ്സമൊന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈയിടെയായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ കറണ്ട് പോകുന്നുണ്ട്. അവർ പറയുന്ന മരം വീണു അങ്ങനെ എങ്ങനെയാ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള മരങ്ങൾ വീഴാറായിരിക്കുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റുകയും ഇലക്ട്രിസിറ്റി വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിരുത്തരവാദപരമായുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയുള്ള കറണ്ട് മുടക്കങ്ങൾ ഉണ്ടാകുന്നത്. അതിന് ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. സ്ഥിരമായുള്ള വൈദ്യുതി മുടക്കം വിദ്യാർത്ഥികളുടെ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ കഴിയുന്നവർക്കും രോഗികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. വീട്ടാവശ്യങ്ങൾക്കും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമടക്കം വൈദ്യുതി മുടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈദ്യുതി വകുപ്പ് ഓഫീസ് പടിക്കൽ ഉപരോധമടക്കം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഇതിനു മുന്നോടിയായി ഇടുക്കി MLA, കളക്ടർ, കൺസ്യൂമർ റിഡ്രസൽ ഫോറം, വകുപ്പ് മന്ത്രി, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകി. നടൻ ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലെ സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഷൈൻ ടോം ചാക്കോയുടെ ആവശ്യപ്രകാരമാണ് എക്സൈസ് ലഹരി മോചന ചികിത്സയ്ക്ക് എത്തിച്ചത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ 10.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഷൈൻ ടോം ചാക്കോയെ എക്സൈസ് അധികൃതർ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചത്. ഷൈൻ ടോം ചാക്കോയുടെ ആവശ്യപ്രകാരമാണ് എക്സൈസ് സംഘം നടനെ ലഹരി മോചന ചികിത്സയ്ക്കായി എത്തിച്ചത്. താൻ ലഹരിക്ക് അടിമയാണെന്നും അതിൽ നിന്ന് മോചനം നേടണമെന്നും നടൻ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് എക്സൈസ് സംഘം തൊടുപുഴയിലെ ലഹരി മോചന കേന്ദ്രത്തിൽ നടനെ എത്തിച്ചത്. ശക്തമായ മഴയിലും കാറ്റിലും ഉപ്പുതറയിൽ 2 വീടുകൾ തകർന്നു. ഉപ്പുതറ 3-ാം ഡിവിഷൻ ആനപ്പള്ളത്ത് നെല്ലിക്കുന്നേൽ കാട്ടുരാജൻ, ശ്രീമംഗലത്ത് സുജാത എന്നിവരുടെ വീടിന്റെ മേൽക്കൂരകളാണ് തകർന്നത്. സംഭവ സമയം വീടിനുള്ളിലായിരുന്ന കാട്ടുരാജന്റെ ഭാര്യ അന്നപ്പാപ്പയുടെ കാലിന് പരിക്കേറ്റു. സ്ത്രീകളും കുട്ടികളും അടക്കം ഓടി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കൂടാതെ മേഖലയിൽ വലിയ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴയോടൊപ്പം ഉണ്ടായ കാറ്റാണ് നാശനഷ്ടം വരുത്തിയത്. അപകടത്തെ തുടർന്ന് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. KCC ക്ലർജി കമ്മീഷൻ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ സേവേറിയോസ് ക്ലാസ് നയിച്ചു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ക്ലർജി കമ്മീഷൻ ജില്ലാ വൈദിക സമ്മേളനമാണ് കട്ടപ്പന CSI ദേവാലയത്തിൽ നടന്നത്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ് അധ്യക്ഷനായിരുന്നു. വാഴൂർ സോമൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മോർ സേവേറിയോസ് ശുശ്രൂഷ വെല്ലുവിളികൾ, മതം, വിശ്വാസം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. നമ്മളെ തന്നെ ബുദ്ധിയുള്ള മനുഷ്യരെന്ന് വിശേഷിപ്പിക്കുകയും പക്ഷേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുപ്പിഡിറ്റികളൊക്കെ എത്രമാത്രം സെൽഫ് ഡിസ്ട്രക്റ്റീവാണ്, സ്വയനശീകരണ ശേഷിയുള്ളതാണ് എന്ന തരത്തിലാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന, അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന ഗാഡ്ജറ്റുകളും വെപ്പൺസുമാണ് നമ്മളുടെ സമീപത്ത് ഉള്ളത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും AI-യുടെ ഒരു അഭൂതപൂർവമായ വളർച്ചയും വലിയൊരു അപ്ഡേഷൻ നമ്മുടെ പരിസരങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം ഇത്രയധികം അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ ഗാഡ്ജറ്റുകൾ മുതൽ ഈ വെപ്പൺസ് വരെ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ബോധം അതൊരു അധമ നിലയിൽ തുടർന്നാൽ അത് എത്രമാത്രം ഭയാനകമായിരിക്കും. ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊരു ആത്മവിവേചന ബോധമില്ല എങ്കിൽ അത് എത്രമാത്രം അപകടകരമായൊരു സംഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ബോധത്തിന്റെ എൻലൈറ്റൻമെന്റ് എന്നുള്ളത് എല്ലാ ആധ്യാത്മിക പാരമ്പര്യങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്. ഇവിടെയാണ് മതങ്ങൾക്കും സഭകൾക്കുമൊക്കെ ഇനിയും പ്രസക്തിയുള്ളത്. KCC ക്ലർജി കമ്മീഷൻ ചെയർമാൻ റവറൻ AR നൂപ്പിൾ,
സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ മേജർ ടി സ്റ്റീഫൻസൺ, ജില്ലാ ചെയർമാൻ റവറൻ ബിനു കുരുവിള എന്നിവർ നേതൃത്വം നൽകി. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ അടിമാലി ഫെസ്റ്റിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അടുത്ത മാസം 1 മുതൽ 11 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. വിൽപ്പന, പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി എല്ലാ ദിവസവും കലാസന്ധ്യയോടെയാണ് ഫെസ്റ്റ് നടത്തിപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഫെസ്റ്റിന്റെ ഭാഗമാകും. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടിമാലി ഫെസ്റ്റ് നടക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ നടത്തിപ്പ് നീളുകയായിരുന്നു. അടുത്ത മാസം 1 മുതൽ 11 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. എക്സിബിഷനുകൾ, പെറ്റ് ഷോ, സെമിനാറുകൾ, വിപണന പ്രദർശനമേളകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കും. എല്ലാ ദിവസവും കലാസന്ധ്യയോടെയാണ് ഫെസ്റ്റ് നടത്തിപ്പ് ക്രമീകരിച്ചിട്ടുള്ളതെന്നും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഫെസ്റ്റിന്റെ ഭാഗമാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അടിമാലിയുടെ ഉത്സവമായ അടിമാലി ഫെസ്റ്റിന് മെയ് 1 മുതൽ 11 വരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി നടത്തുവാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ നാടിന്റെ ഉത്സവമായി അടിമാലി ഫെസ്റ്റിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഫെസ്റ്റിനെ സ്വീകരിക്കണമെന്ന്, ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ അമ്യൂസ്മെന്റ് പാർക്കുകൾ, എക്സിബിഷനുകൾ, സ്റ്റാളുകൾ, ട്രേഡ് ഫെയറുകൾ, സെമിനാറുകൾ, മെഡിക്കൽ എക്സിബിഷൻ ഉൾപ്പെടെ എക്സ്പോർട്ടിംഗ് പെറ്റ് ഷോ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമ്യൂസ്മെന്റ് പാർക്കുകൾ, വിവിധ കലാപരിപാടികൾ, നമ്മുടെ നാടിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭരായ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള കലാപ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നാടിൻ്റെ വിവിധ പ്രാദേശിക കലാകാരന്മാരുടെ പ്രോഗ്രാമുകൾ, മാജിക് ഷോകൾ, മെഗാ ഷോ, അങ്ങനെ എല്ലാം വൈവിധ്യങ്ങളായ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഫെസ്റ്റ് ഈ വർഷം നമ്മൾ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റ് നഗരി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെസ്റ്റ് നടന്നിരുന്നില്ല. 1992 വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയെടുത്ത ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. 2016 ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സിയുടെ ഭാഗമായി ഹൈറേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന 16 ലയൺസ് ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന റീജിയൻ 3ന്റെ വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 30 കട്ടപ്പന വള്ളക്കടവ് സിബീസ് ഗാർഡനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന ലയൺസ് ക്ലബ്ബ് റീജിയൻ 3 ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മിച്ചു നൽകുന്ന 27 വീടുകളുടെ താക്കോൽദാനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിക്കും. 2024-25 ലയണസ്റ്റിക് വർഷത്തിൽ റീജിയന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സാംസ്കാരിക സേവന രംഗങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൺവെൻഷനിൽ വിലയിരുത്തുകയും അവതരിപ്പിക്കുകയും ചെയ്യും. റീജിയൻ ചെയർമാൻ രാജീവ് ജോർജ് അധ്യക്ഷത വഹിക്കും. ഹൈറേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന 16 ലയൺസ് ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന റീജിയൻ 3ന്റെ വാർഷിക കൺവെൻഷൻ ഈ വരുന്ന 30-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കട്ടപ്പന സിബീസ് ഗാർഡനിൽ വെച്ച് നടത്തുകയാണ്. ഡിസ്ട്രിക്ട് 318 സി എന്ന് പറയുന്നത് എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ ഏതാണ്ട് 167 ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്. ലയൺസ് പ്രസ്ഥാനത്തിന് ഇങ്ങനെ കേരളത്തിൽ 5 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. അതിൻ്റെ ഭാഗമായി കട്ടപ്പന അടക്കമുള്ള മേഖലകൾ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ 16 ക്ലബ്ബുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ 16 ക്ലബ്ബുകൾക്ക് വേണ്ടി ഒരു ക്ലസ്റ്ററുണ്ട്. അതിൻ്റെ ചെയർമാനാണ് ശ്രീ രാജീവ് ജോർജ്. ഈ 16 ക്ലബ്ബുകളുടെ റീജിയൻ കൺവെൻഷൻ ആണ് നമുക്ക് ഈ വരുന്ന ദിവസം ബുധനാഴ്ച വൈകിട്ട് കട്ടപ്പനയിൽ വെച്ച് നടത്തുന്നത്. ഈ വർഷം ലയൺസ് പ്രസ്ഥാനം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് ഹൈറേഞ്ച് മേഖലയിൽ, അതായത് ഈ റീജിയൻ്റെ പരിധിയിൽപ്പെടുന്ന മേഖലയിൽ ഏകദേശം 27 വീടുകൾ നിർമ്മിച്ചു നൽകുകയുണ്ടായി. 25 ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻ്റെ ബാഹുല്യം കൊണ്ട് 27 വീടുകൾ 450 സ്ക്വയർ ഫീറ്റ് ഉള്ള വാർക്ക വീടുകളാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വീടിനും ഏകദേശം 6 മുതൽ 7 ലക്ഷം രൂപ വരെ ചിലവ് വന്നിട്ടുണ്ട്. ഈ വീടുകളുടെ ഔദ്യോഗിക താക്കോൽദാന കർമ്മം ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ ലയൺ രാജൻ നമ്പൂതിരി അവരുകൾ ഈ 30-ാം തീയതി വൈകിട്ട് നിർവഹിക്കുകയാണ്.
കഴിഞ്ഞ 10 വർഷക്കാലമായി ഹൈറേഞ്ച് ലയൺസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ഹൈറേഞ്ച് ലയൺസ് ടച്ച് ഓഫ് ലൈഫിന്റെ നേതൃത്വത്തിലുള്ള ഡയാലിസിസ് സെന്റർ സുദീർഘമായ നിലയിൽ നടത്തിക്കൊണ്ടുപോരുന്ന കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടറെ ചടങ്ങിൽ വെച്ച് ചെയർമാൻ ലയൺ രാജേഷ് ബേബിയുടെ സാന്നിധ്യത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ ആദരിക്കും. ആദ്യകാല ലയൺസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുതിർന്ന ലയൺസ് നേതാക്കളെ ചടങ്ങിൽ വെച്ച് പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കും. 16 ക്ലബ്ബുകളിൽ നിന്നായി ലയൺ അംഗങ്ങളും കുടുംബാംഗങ്ങളുമായി 500-ലേറെ ആളുകൾ പങ്കെടുക്കും. ഉപ്പുതറ എന്ന മേഖലയിൽ നിന്നാണ് തങ്കമണി എന്ന മേഖലയിൽ നിന്നാണ് ഈ 16 വീടുകളും ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ക്ലബ്ബുകളും അതിൻ്റെ ഒരു വീടെങ്കിലും മിനിമം പണിത് തീർത്തിട്ടുണ്ട്. അപ്പം അതൊരു മഹത്തായ കാര്യമാണ്. അതിൻ്റെ താക്കോൽദാനവും അതുപോലെ തന്നെ ഞങ്ങളുടെ റീജിയൻ്റെ ഒരു കുടുംബസംഘവും കൂടിയാണ്. അപ്പോൾ അതിൽ ബാക്കി ഒത്തിരി പേരെ ആദരിക്കുകയും എല്ലാം ചെയ്യുന്ന ഞങ്ങളുടെ വർഷാവസാനമുള്ളൊരു കോൺഫറൻസാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഏവരെയും പ്രിയച്ചാണെന്നുള്ളൊരു സ്വാഗതം പറയുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ റീജിയൻ ചെയർമാൻ രാജീവ് ജോർജ്, ജനറൽ കൺവീനർ സിബി കൊല്ലംകുടി, ശ്രീജിത്ത് ഉണ്ണിത്താൻ, അമൽ മാത്യു, ബിജു മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെടുങ്കണ്ടത്ത് നടന്നു വന്ന 1ാമത് സഹ്യാദ്രിനാഥ ശ്രീനാരായണ കൺവെൻഷൻ സമാപിച്ചു. വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ, പഠന ക്ലാസുകൾ, ജീവകാരുണ്യനിധി സമാഹരണം എന്നിവ നടന്നു. സമാപന ദിവസം നടന്ന സർവമത സമ്മേളനം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം നെടുങ്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് 1ാമത് സഹ്യാദ്രിനാഥ ശ്രീനാരായണ കൺവെൻഷൻ നടന്നത്. 3 ദിവസങ്ങളായി നടന്ന സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആയിരക്കണക്കിന് ആളുകളാണ് പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനായി സമ്മേളന നഗരിയിലെത്തിയത്. വിവിധ ദിവസങ്ങളിൽ SNDP യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടി, സർവമത പണ്ഡിതൻ CH മുസ്തഫ മൗലവി, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സ്വാമിനി നിത്യചിന്മയി, SNDP യോഗം കൗൺസിലർ PT മന്മഥൻ, സ്വാമി ശിവസ്വരൂപാനന്ദ, ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട്, ഗുരുധർമ്മ പ്രചാരകൻ ബിജു പുളിക്കലെടുത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു. കൺവെൻഷന്റെ സമാപന ദിവസം സർവമത സമ്മേളനം നടന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശം ഉയർത്തി ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. സർവമത സമ്മേളനത്തിൽ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ, നെടുങ്കണ്ടം ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് അമീൻ അൽ ഹസനി, ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ തുടങ്ങിയവർ സന്ദേശം നൽകി. മന്ത്രി ഋഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, MM മണി MLA, അജീഷ് മുതുകുന്നേൽ, യൂണിയൻ സെക്രട്ടറി സുധാകരൻ ആടിപ്ലാക്കൽ, ബോർഡ് മെമ്പർ KN തങ്കപ്പൻ, കൗൺസിൽ അംഗങ്ങളായ N ജയൻ, സുരേഷ് ചിന്നാർ, CM ബാബു, മധു കമലാലയം തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ രാജാക്കാട് ശാഖയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ രാജാക്കാട് സ്പൈസസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ശാഖയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. 2019 മുതൽ രാജാക്കാട് പ്രവർത്തിച്ചു വന്നിരുന്ന എക്സ്റ്റൻഷൻ കൗണ്ടറാണ് ബ്രാഞ്ചായി ഉയർത്തിയത്. ജില്ലയിലെ ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി താലൂക്കുകളിലായി കഴിഞ്ഞ 56 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമാണ് കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എയ്ഡഡ് മേഖലയിലെ അധ്യാപക അനധ്യാപകരുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന്റെ രാജാക്കാട് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനമാണ് നടന്നത്. 7500ഓളം അംഗങ്ങളുള്ള സഹകരണ സംഘത്തിലെ രാജാക്കാട് മേഖല കേന്ദ്രീകരിച്ചുള്ള അധ്യാപകരുടെ സൗകര്യാർത്ഥമാണ് ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ രാജാക്കാട് സ്പൈസസ് ബിൽഡിംഗിൽ പുതിയ ശാഖാ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഉടുമ്പൻചോല MLA MM മണി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ അധ്യാപകരുടെ സാമ്പത്തിക ലോൺ കൊടുക്കാനും അവരെ സഹായിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് ഞാൻ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇത്രയും നാളും മറ്റൊരു സംവിധാനമായിരുന്നു പ്രവർത്തിക്കുന്നത്. അതിന് പകരം രാജാക്കാട് ഒരു പുതിയ ബ്രാഞ്ച് തന്നെ അനുവദിച്ചു വരുന്നതിൽ അതിയേറെ സന്തോഷമുണ്ട്. അതിനാ സൊസൈറ്റിയെ അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു. ഉദ്ഘാടന യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് MV ജോർജ് കുട്ടി നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ഇടുക്കി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ CR വിൽസൺ, മുൻ പ്രസിഡന്റ് VD എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ, വാർഡ് മെമ്പർ KP സുബേഷ്, NSS കരയോഗം പ്രസിഡന്റ് മുരളീധരൻ നായർ, സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഷെർലി K പോൾ, സെക്രട്ടറി എബ്രഹാം ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലാ ഹെൽത്ത് സർവീസ് സ്റ്റാഫ് സഹകരണ സംഘം സെക്രട്ടറി സന്തോഷ് കുമാർ KVക്ക് യാത്രയയപ്പ് നൽകി. നീണ്ട 27 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സന്തോഷ് കുമാർ വിരമിക്കുന്നത്. AICC അംഗം അഡ്വക്കേറ്റ് DM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു.
നീണ്ട 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഇടുക്കി ജില്ലാ ഹെൽത്ത് സർവീസ് സ്റ്റാഫ് സഹകരണ സംഘം സെക്രട്ടറി സന്തോഷ് കുമാർ കെബിക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഇത്രയും നാൾ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് ഒരുക്കിയത്. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെയും ഇടപാടുകാരുടെയും സൗഹൃദം കാത്തുസൂക്ഷിച്ച് വളരെ നല്ല നിലയിൽ ഈ സ്ഥാപനത്തെ മാനേജ് ചെയ്യാനുള്ള കഴിവും സൗകര്യവും ലഭിച്ച ശ്രീ സന്തോഷ് വളരെ സന്തോഷവാനായി ഈ സ്ഥാപനത്തെ പിരിയുന്ന അവസരത്തിൽ. സന്തോഷവാനായി പിരിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നും അല്ല കേട്ടോ. ഈ അവസരത്തിൽ സന്തോഷത്തിന് എല്ലാ ആശംസകളും നേരുന്നു. സൗഭാഗ്യപരമായ കുടുംബ പശ്ചാത്തലം രൂപപ്പെടുത്തുന്നതിന് സഹായിച്ച ഈ സ്ഥാപനത്തോടും സമൃദ്ധിയായി ആ കാര്യം നിർവഹിച്ച ശ്രീ സന്തോഷിനുമുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. സംഘം പ്രസിഡന്റ് സന്തോഷ് AG അധ്യക്ഷനായിരുന്നു. തുടർന്ന് സന്തോഷിനെ ആദരിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ്, സംഘം വൈസ് പ്രസിഡന്റ് സഞ്ജയ് കബീർ, സ്ഥാപക പ്രസിഡന്റ് KA മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ കാഞ്ചാർ നെരിയൻപാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ഭരണി നാളിൽ വടക്കുപുറത്ത് വലിയ ഗുരുതി നടത്തുന്നതിന് തുടക്കമായി. ഹൈറേഞ്ചിലെ ദേവീക്ഷേത്രങ്ങളിൽ ആദ്യമായിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് നരിയൻപാറ പുതിയകാവ് ദേവീക്ഷേത്രം. 2 ദേവികൾ തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ഭരണി നാളിൽ വടക്കുപുറത്ത് വലിയ ഗുരുതി ചടങ്ങുകൾ നടത്തുന്നതിനാണ് തുടക്കമായത്. ഹൈറേഞ്ചിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവ ആഘോഷങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങുകൾ നടക്കുക. ഇതിനുശേഷം എല്ലാ മാസവും ഭക്തജനങ്ങൾ നാട്ടിൻപുറങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാറുള്ളത്. താന്ത്രിക വിധിപ്രകാരമാണ് എല്ലാ മാസവും നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചത്. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു മാമ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കുടുംബ ആരോഗ്യസൗഖ്യത്തിനും ദുരിത രോഗനിവാരണത്തിനും ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് വടക്കുപുറത്ത് വലിയ ഗുരുതി എന്നാണ് വിശ്വാസം. ഇതിനാൽ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു. ഹൈറേഞ്ചിലെ ഏറ്റവും പ്രസിദ്ധമായ നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ താന്ത്രിക വിധിപ്രകാരം മലയാള മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ച ഭരണി നാളിലും വടക്കുപുറത്ത് വലിയ ഗുരുതി നടക്കുകയാണ്. മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ദിനങ്ങളിൽ മാത്രമായിരുന്നു നടന്നിരുന്ന വലിയ ഗുരുതി താന്ത്രിക വിധിപ്രകാരം എല്ലാ മലയാള മാസത്തിലെ ഭരണി നാളിലും ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുകയാണ്. നമ്മുടെ ഹൈറേഞ്ചിൽ ആദ്യമായാണ് ദേവീക്ഷേത്രങ്ങളിൽ ഇത്തരം ഒരു പൂജ എല്ലാ മാസങ്ങളിലും നടക്കുന്നത്. അത് നിരവധി ഭക്തജനങ്ങളാണ് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഈ ഗുരുതിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ക്ഷേത്രം നട അടച്ചതിനു ശേഷമാണ് ചടങ്ങുകൾ നടക്കുക. ഭരണസമിതി വൈസ് ചെയർമാൻ സുരേഷ് കുഴിക്കാട്ട, കമ്മിറ്റി അംഗങ്ങളായ മോഹൻ പാറയിൽ, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ PP, നിർമ്മൽ ചിറ്റെഴുത്ത, NT ഗോപി, അനിൽ കല്ലേട്ട് എന്നിവർ നേതൃത്വം നൽകി. ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ ഭാഗമായി കാർത്തിക പൊങ്കാല നടന്നു. കുമരകം മൃത്യുഞ്ജയം തന്ത്രവിദ്യാപീഠം മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രി പൊങ്കാലയെടുപ്പിൽ അഗ്നി പകർന്നു. പ്രശസ്ത സിനിമാ താരം ദേവനന്ദ പൊങ്കാല ഭദ്രദീപം കൊളുത്തി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങളാണ് ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായാണ് കാർത്തിക പൊങ്കാല നടന്നത്. കുമരകം മൃത്യുഞ്ജയം തന്ത്രവിദ്യാപീഠം മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാലയടുപ്പിൽ അഗ്നി പകർന്നു. സിനിമാ താരം ദേവനന്ദ പൊങ്കാല ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ദുർഗാദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട, മുരളീധരൻ നായർ ചെമ്പകശ്ശേരിയിൽ, ക്ഷേത്രം മേൽശാന്തി TS സജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് AS രാജേഷ്, സെക്രട്ടറി രാജൻ ദാമോദരൻ, വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വള്ളക്കടവ് അമ്പലമേട് പഞ്ചമൂർത്തി ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ കാർത്തിക പൊങ്കാലയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ബാലകൃഷ്ണ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കട്ടപ്പന വള്ളക്കടവ് അമ്പലമേട് പഞ്ചമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചാണ് കാർത്തിക പൊങ്കാല നടന്നത്.
ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പത്തിനും ഐശ്വര്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടിയാണ് കാർത്തിക പൊങ്കാല അർപ്പിക്കുന്നത്. ക്ഷേത്രാങ്കണത്തിൽ 100ഓളം പൊങ്കാല അടുപ്പുകൾ അഗ്നി പകർന്നു. ക്ഷേത്ര മേൽശാന്തി ബാലകൃഷ്ണ ശർമ്മ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 27 ആരംഭിച്ച ഉത്സവം മെയ് 3 സമാപിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് PG പ്രസാദ്, സെക്രട്ടറി PV സന്തോഷ്, ചെയർമാൻ PK അനിൽകുമാർ, കോർഡിനേറ്റർമാരായ KR ശശിധരൻ, NG വിശ്വനാഥൻ, മാതൃവേദി പ്രസിഡന്റ് രത്നമ ശിവരാമൻ, സെക്രട്ടറി മിനി പ്രസാദ്, മറ്റ് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന ദിവസമായി മെയ് 3 പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 5 മഹാഘോഷയാത്ര, വൈകിട്ട് 6:45 കൈകൊട്ടിക്കളി, രാത്രി 7 നിറപൊലിക, നാടൻ പാട്ടുകൂട്ടം, കുറിച്ചി, ഉദയപുരം അവതരിപ്പിക്കുന്ന നാടൻപാട്ട എന്നിവ നടക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിൻ്റെ പരന്ന കാഴ്ചകളും വരയാടിൻ കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനു പുറമെ സഞ്ചാരികൾക്കായി മറ്റു ചില കാഴ്ചകളും ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ വനംവകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരയാടിന്റെ പ്രജനന കാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി സഞ്ചാരികളാണ് ഉദ്യാനം സന്ദർശിക്കാൻ എത്തുന്നത്. മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വിർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കുവാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട്ടിലെ ചൂട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചൂട് കൂടുതലാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും വരയാടുകളെ കണ്ടൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത്ര അടുത്ത് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി. പ്രത്യേകിച്ച് ഈ സമയത്ത് കോട ഇറങ്ങുകയും വരയാടുകൾ വന്ന് അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്. നല്ല കോടയുണ്ട്. തിരിച്ചിറങ്ങുമ്പോഴാണ് നല്ല കോട വന്നത്. അപ്പം എന്തായാലും ഹാപ്പിയാണ്. 3D സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുക. ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറേണ്ട സ്ഥിതിയുണ്ടായിരുന്നു. ഇന്നാകട്ടെ അത്തരം രീതികൾ പാടെ മാറി വിനോദസഞ്ചാരികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട്. ട്രാഫിക് കുരുക്ക് നിയന്ത്രിക്കുന്നതിന് പാർക്കിംഗ് സംവിധാനവും പ്രത്യേക കഫറ്റേരിയ, 100 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം, മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മതിവരുവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങാറ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 107, വിൽപ്പനയ്ക്ക് വന്നത് 15,712, വിൽപ്പന നടന്നത് 15,712. കൂടിയ വില 2,661, ശരാശരി വില 2,124. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,980 രൂപ, വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനം ഇടുക്കി നേടിയെടുത്ത പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷങ്ങളിലായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി. ഈ വർഷം നവംബർ 1-ന് സംസ്ഥാനത്ത് അതിദരിദ്രരെന്ന വിഭാഗം ഇല്ലാതെയാകുമെന്നും റോഷി അഗസ്റ്റിൻ. ബൈസൺ വാലി കോമാളിക്കുടിക്ക് സമീപം വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാതയോരത്തു നിന്നും മേലത്തോട്ടത്തിലേക്ക് പതിച്ചു. വൈദ്യുതി വകുപ്പിന് കരുത്താകുന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നു. കഴിഞ്ഞ മാസം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നുവെന്ന് വിവരം. 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ടുള്ള പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചിട്ട് 18 വർഷം. തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി കാഞ്ചാർ പള്ളിക്കവല ഒറ്റമരം നിവാസികൾ. വൈദ്യുതി മുടക്കത്തിനൊപ്പം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നതായും ആരോപണം. വിഷയത്തിൽ വിവിധ ആളുകൾക്ക് നിവേദനം നൽകിയതിനൊപ്പം പ്രതിഷേധ യോഗവും ചേർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.